നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ.എം. മാണിയെ കോഴമാണിയെന്നും അഴിമതിക്കാരനെന്നും കോഴപ്പണമെണ്ണാൻ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രമുള്ള നേതാവെന്നൊക്കെ വിളിച്ചത് ഇടതു നേതാക്കളാണ്. കാലം മാറി. മകൻ ജോസ് കെ മാണിയും മാണിയുടെ പാർട്ടിയും ഇപ്പോൾ ഇടതുപാളയത്തിലാണ്. കെ.എം. മാണിയുടെ ബഡ്ജറ്റ് അവതരണം തടയാൻ ശ്രമിച്ച നിയമസഭാ കയ്യാങ്കളി കേസാണ് ഇപ്പോൾ പുതിയ ബന്ധത്തിൽ കല്ലുകടിയായി നിൽക്കുന്നത്. എന്തിനായിരുന്നു സമരമെന്ന ചോദ്യത്തിന് അഴിമതിക്കാരനായതുകൊണ്ടാണ് എന്ന മറുപടി നൽകാതിരിക്കാൻ വക്കീലിനാകില്ല. UDF ശീലം വെച്ച് പരസ്യ പ്രതികരണത്തിന് തുനിഞ്ഞാൽ ഇടതുമുന്നണി വെച്ചു പൊറുപ്പിക്കുകയുമില്ല. അത്തരം ഒരു പ്രതികരണമാണ് കെ.എം. മാണിയുടെ പാർട്ടി, ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനുമെല്ലാം നടത്തിയത്. മാണി അഴിമതിക്കാരനല്ലെന്ന സർട്ടിഫിക്കറ്റ് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ തൊട്ടു പിന്നാലെ നൽകിയെങ്കിലും അണികളുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ജോസ് കെ മാണിക്കും കൂട്ടർക്ക് ആകില്ല. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ജോസ് കെ മാണി പെട്ടോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 100. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് കാസർഗോഡ് നിന്നുള്ള ജിജോയാണ്. ജിജോയ്ക്ക് എന്തു തോന്നുന്നു? പുതിയ ബന്ധത്തിൽ വന്നപ്പോഴും പഴയ ചില ബന്ധത്തിൻ്റെ കല്ലുകടികൾ അവിടെ തന്നെ നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസെത്തിയപ്പോൾ കോടതി സ്വാഭാവികമായും ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് MLA-മാർ ഇങ്ങനെ ഒരു കയ്യാങ്കളി നടത്തിയത് എന്ന്. വക്കീലിന് പറയാൻ മറ്റു മറുപടിയില്ല. എതിരാളി നിൽക്കുന്നത് ആരെയാണോ ബഡ്ജറ്റ് അവതരണമാണോ തടസ്സപ്പെടുത്തേണ്ടിയിരുന്നത് അത് കെ.എം. മാണിയുടേതാണ്, ആ കെ.എം. മാണി അഴിമതിക്കാരനാണ് എന്ന് പറയേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ അണികളോട് എന്ത് മറുപടി പറയണം എന്ന് അറിയാതെ നിൽക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും. അണികൾക്ക് തൃപ്തികരമായ ഒരു മറുപടി കണ്ടെത്തുക പ്രയാസവുമാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്ത് പ്രതികരണമാണ് നൽകാനുള്ളത്? അല്ല, ഇന്ന് വിജയരാഘവൻ പറഞ്ഞൊരു വിഡിത്തം കേട്ടില്ലേ? കാരണം അന്നത്തെ സർക്കാരായിരുന്നു ചെയ്തത്. കെ.എം. മാണി വന്ന സർക്കാർ എന്താ മാണി ആ സർക്കാരിൽ ഉണ്ടായിരുന്നതല്ലേ. വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞത് മാണിക്ക് അഴിമതിക്കാരനല്ല, അന്നൊരു സർക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞത്. മാണി ആ സർക്കാരിലുണ്ടായ ആള് തന്നെയല്ലേ മാണി. കോഴമാണി എന്ന് പറഞ്ഞ് വീട്ടിന് മുന്നൂടെ സമരം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തിട്ട് അവസാനം ഇപ്പം ജോസ് കെ മാണി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ LDF-ലേക്ക് പോകില്ല. അത് തന്ത മാറിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. എന്റെ ജോസ് കെ മാണി ശരിക്കും ഒരു പെട്ട അവസ്ഥയിലാണോ? ജോസ് കെ മാണി പെട്ട അവസ്ഥ തന്നെ. അണികളോട് എന്ത് പറയും? ഒരു പിന്നെ അയാളുടെ ഭരണ നേട്ടത്തിൽ ജോസ് കെ മാണി അധികാരത്തിന് അണികളോട് എന്ത് പറയും എന്നൊക്കെ ഉള്ളപ്പോഴും ജോസ് കെ മാണി യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ നോക്കിയാൽ രാഷ്ട്രീയ ബുദ്ധിയുള്ള ആൾ തന്നെയല്ലേ. UDF-ൽ നിന്ന് നേരെ LDF-ലെത്തി. ഇത്തവണ UDF-ൽ നിന്നിരുന്നെങ്കിലും കാര്യമായ ഒരു അധികാരം ജോസ് കെ മാണി കൂടി എത്തിയിരുന്നെങ്കിലും അധികാരം കിട്ടാനുള്ള ഒരു ഭൂരിപക്ഷമൊന്നും UDF-ന് ഇത്തവണയും ലഭിച്ചില്ല. ഇത്തവണ എന്തായാലും ഒരു മന്ത്രിസ്ഥാനവും അധികാരമെല്ലാം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലേ ജോസ് കെ മാണിക്ക്? ജോസ് കെ മാണി പോയിട്ട് ജോസ് കെ മാണി എന്തുകൊണ്ടാണ് തോറ്റത്? ജോസ് കെ മാണി നല്ല ബുദ്ധിമാനായിരുന്നു, നല്ലൊരു ആണെങ്കിൽ ജോസ് കെ മാണി തോറ്റില്ലേ അവിടെ? ജോസ് കെ മാണിക്ക് അധികാരത്തിന് വേണ്ടി പോയതാണ്, പക്ഷെ അവിടെ ഒരു മന്ത്രിസ്ഥാനം പോലും ജോസ് കെ മാണിക്ക് ലഭിച്ചില്ലല്ലോ. അത് ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോട്ടയത്ത് നിന്നുള്ള പ്രേക്ഷകനാണ്, ബിജു ആണ്. ബിജു ഈ വിഷയം കേട്ട് കാണുമല്ലോ. ബിജുവിന് എന്താണ് തോന്നുന്നത്? സാറേ, ജോസ് കെ മാണി പെട്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളിവിടെ എഴുതി കാണിക്കുന്നതാണ്. ജോസ് കെ മാണി എവിടെ പെട്ടെന്ന്? നിങ്ങൾ മാധ്യമക്കാര് പെടുത്താതിരുന്നാച്ചാൽ മതി. നിങ്ങൾ പിണറായി വിജയനെ കുറെ പെടുത്താൻ നോക്കിയില്ല നിങ്ങൾ മാധ്യമക്കാര്, പെടുത്തിയില്ല. അവസാനം സ്വർണ്ണക്കടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെടുത്താതിരുന്നാൽ മാത്രം മതി. ഇത് എനിക്ക് പറയാനുള്ളത്. ജോസ് കെ മാണി കൂടി അംഗമായ ഇടതുമുന്നണിയുടെ സർക്കാരാണ് സുപ്രീം കോടതിയിൽ എന്തിനു വേണ്ടിയായിരുന്നു നിയമസഭാ കയ്യാങ്കളി കേസ് എന്ന് ചോദിച്ചപ്പോൾ അഴിമതിക്കാരനാണ് കെ.എം. മാണി എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ ആൾ അവിടെ ഉണ്ടായിരുന്നു, സുപ്രീം കോടതിനകത്തുണ്ടായിരുന്നു. നിങ്ങളുണ്ടായിരുന്നു? സുപ്രീം കോടതിയിൽ നമ്മുടെ അടക്കമുള്ള ലേഖകളുണ്ടായിരിക്കും. അവിടെ സുപ്രീം കോടതി രേഖകളിലടക്കം വക്കീൽ പറഞ്ഞത് രേഖകളിലടക്കം പരിശോധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ മാധ്യമക്കാരുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആളുണ്ടായിരുന്നോ? വാർത്ത അവതരിപ്പിക്കുന്ന ആൾ നേരിട്ടല്ലല്ലോ സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ റിപ്പോർട്ടർമാർ കാണും, ആധികാരികമായി ചെയ്യാനുള്ള ആളുകൾ കാണും. ഇത് ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് സർക്കാർ അടക്കം നിഷേധിക്കുന്നില്ല. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, എറണാകുളത്ത് നിന്നുള്ള കലാധരനാണ്. കലാധരന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട്. പറയൂ. മൂല്യച്യുതി സംഭവിച്ച രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരും, അത് ഇന്ന രാഷ്ട്രീയം എന്ന് പ്രത്യേകിച്ച് പറയാനില്ല. സർവ്വ രാഷ്ട്രീയവും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പദവിക്ക് വേണ്ടി മാത്രം എന്ത് വൃത്തികേടും കാണിക്കാം. കാരണം
ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മാണി നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് ആ മകൻ പോയിട്ട് LDFന്റെ കൂടെ ചേർന്ന് ഭരിക്കുന്നു. നാണും മാണുണ്ടോ ഇവർക്ക്? അവർ ചേർത്ത ഈ പാർട്ടിക്കുണ്ടോ വല്ല അന്തസ്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തിനും തരം ഇപ്പൊ വിജയരാഘവന്റെ ഒക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ട നാണമാകുന്നു. ഇവർക്ക് ലജ്ജയുണ്ടായില്ല. നമ്മൾ മലയാളി എന്ന് സത്യത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയെന്ന് പറയാനുള്ളൂ. രാഷ്ട്രീയക്കാർ തരാതരം പോലെ വിഷയത്തിൽ മാറ്റി പറയുന്നു എന്നുള്ള അഭിപ്രായമാണ് എറണാകുളത്തു നിന്നുള്ള കലാധരൻ്റേത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മുക്കോലയിൽ നിന്നുള്ള സജിയാണ്. സജി, ഈ വിഷയം കേട്ട് കാണുമല്ലോ. സജിക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നത്? ഹലോ സജി പറയൂ. ഹലോ സജി ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് പറയൂ. വിജയൻ സഖാവ് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്. CPM തരം താഴ്ന്ന രാഷ്ട്രീയമാണ് ഇതിൽ കാണിക്കുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പറയണത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊല്ലത്തു നിന്നുള്ള മധു ആണ്. മധു കണ്ടു കാണുമല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടു നിൽക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും. നേരത്തെ ഉള്ള പോലെ UDFിലായിരുന്നുവെങ്കിൽ ഉറപ്പായിരുന്നു ഇന്ന് വലിയ പ്രതിഷേധ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമൊക്കെ വന്നേനെ, വലിയ ഭീഷണിയുമൊക്കെ വന്നേനെ. പക്ഷേ ഇടതുമുന്നണിയിൽ വേറൊരു രീതിയാണ്. അവിടെ ഇന്ന് പരസ്യമായിട്ടൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഈ ജോസ് കെ മാണിക്കോ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ മറുഭാഗത്ത് അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി എന്ന് വേണമെങ്കിൽ പറയാം. സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നാണ് വിജയരാഘവൻ പറഞ്ഞത് സർക്കാരാണ് അഴിമതിക്കാർ, അല്ലാതെ KM മാണി അല്ല അഴിമതിക്കാരൻ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ വേണമെങ്കിൽ വിജയം എന്നും പറയാം. പക്ഷെ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ജോസ് കെ മാണി പെട്ടിരിക്കുക. ആരും ചൂടായിട്ടൊന്നും കാര്യമില്ല. മുമ്പേ പറഞ്ഞ ഒരു പ്രശ്നം ആ പാടെ അങ്ങ് ചൂടായി സംസാരിച്ചു. അയാളെന്തിനാ ചൂടാവുന്നത്? KM മാണി സാർ വളരെ കാര്യമായിട്ടൊക്കെ UDF നിന്ന് നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടല്ലേ ഈ ജോസ് കെ മാണി പോയത്. എന്ത് സാധിക്കാൻ വേണ്ടിയാ പോയത്? ഒരു കാലത്ത് ഇടതു മുന്നണി അവരെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചേ വേണ്ട. ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. അത് കുറെ അങ്ങോട്ട് കഴിയുമ്പോ അയാൾക്ക് മനസ്സിലായി സാധിക്കാൻ വേണ്ടിയാണ് പോയത് എന്നതിന് ജോസ് കെ മാണിയെ സംബന്ധിച്ചും അവരുടെ പാർട്ടിയെ സംബന്ധിച്ചും ഉത്തരം കാണും. അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. അതാണോ ഉത്തരം എന്നെനിക്കറിയില്ല. എങ്കിലും ആ തരത്തിൽ നോക്കിയാൽ അധികാരമാണ് രാഷ്ട്രീയത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത് നോക്കിയാൽ ആ തരത്തിൽ ജോസ് കെ മാണിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്നും നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള രാജേഷാണ്. രാജേഷിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? സാർ, എന്റെ പറയാനുള്ളത് ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം പൊതുജനത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ അവസാനം മാധ്യമങ്ങൾക്ക് തന്നെ തിരിച്ച് കുറ്റം പറയുന്നു. അപ്പൊ രാഷ്ട്രീയമാകുമ്പം ഇങ്ങനത്തെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതെല്ലാം നമ്മൾ സമൂഹത്തിലെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാണി സാറിന്റെ ഒരു പ്രതിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് എത്രയോ തുക നീക്കി വെച്ചെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. അതെ, പറയൂ. ഹലോ, പറയൂ. മറ്റൊരു പ്രേക്ഷകനുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നുള്ള റഷീദാണ്. റഷീദ്, ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ വന്ന മാറ്റങ്ങളും എല്ലാം കണ്ടു കാണുമല്ലോ. രണ്ട് പാർട്ടികൾ, ആ പാർട്ടികൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ പൊടുന്നനെയാണ് ഇരു പാർട്ടികൾക്കും ഒരേ അഭിപ്രായത്തിലെത്താൻ കഴിയാത്ത ഒരു വിഷയം വന്നത്. അത് നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ രണ്ട് മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ എടുത്ത നിലപാടാണ്. അത് കോടതിയിൽ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച്? വളരെ രസകരമായ ഒരു സംഗതിയായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്നല്ലോ KM മാണി സാറ്. അതെ. അദ്ദേഹത്തെ അഴിമതി വീരനെന്നും കള്ളനെന്നും മുദ്രകുത്തിയ ആളുകളാണ് അന്നത്തെ പ്രതിപക്ഷമായ ഇന്നത്തെ ഇടതുപക്ഷം. അവരിപ്പോ കോടതിയിൽ പറയുന്നു, അവരെ വക്കീൽ പറയുന്നു, ഇപ്പൊ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ പറയുന്നു മാണി അഴിമതിക്കാരനാണ്, കള്ളനാണ് എന്ന്. അദ്ദേഹത്തിന്റെ മകൻ ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് ഇപ്പൊ അവരെ പക്ഷത്താ ഉള്ളത്. ഈ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ഇടതുപക്ഷത്തിന് രാജിവെച്ച് പുറത്തു വരികയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? രാഷ്ട്രീയ നിലപാട് അദ്ദേഹം വിശദീകരിക്കണ്ടേ? ഈ അഭിമാനം അച്ഛനോട് അല്പമെങ്കിലും പിന്നെ ഒരു ഇതുണ്ടെങ്കിൽ, അച്ഛനോട് ഏതെങ്കിലും തരത്തിലൊരു ബഹുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? വിശദീകരണം ആവശ്യപ്പെടണ്ടേ? ഇതൊരു കത്ത് കൊടുക്കുകയാണോ വേണ്ടത് യഥാർത്ഥത്തിൽ? അങ്ങനെയല്ലല്ലോ വേണ്ടത്.
അപ്പോ അതേക്കുറിച്ച് ജോസ് കെ മാണി ഇന്നൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് 5 മണിക്ക്. അത് ഏത് തരത്തിലാണ് വിശദീകരിക്കാൻ അറിയില്ല. വിജയരാഘവൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ അന്ന് ഫൈറ്റ് ചെയ്തത് പിന്നെ ഈ പറഞ്ഞ ഐക്യമുന്നണിയോടാണ്, UDF-നോടാണ്, അദ്ദേഹത്തോടല്ല. അദ്ദേഹം കള്ളനാണെന്നോ അദ്ദേഹം തെറ്റുകാരനാണെന്നോ അദ്ദേഹം അഴിമതി നടത്തിയെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബാർ കോഴ കേസിൽ KM മാണി സാറ് കള്ളനാണ്, അദ്ദേഹം കളവ് നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പണം എണ്ണുന്ന മെഷീൻ ഉണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ പാർട്ടി ഇപ്പോൾ അവര് തകിടം മറിയുന്ന ഒരു ദുസ്സഹമായ വളരെ ലജ്ജാകരമായ ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലജ്ജാവഹമായ പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ള അഭിപ്രായമാണ് കൊയിലാണ്ടിയിൽ നിന്നുള്ള റഷീദിൻ്റേത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ചേർത്തലയിൽ നിന്നുള്ള രാകേഷാണ്. രാകേഷ്, ഇന്ന് ഈ നേതാക്കളുടെ എല്ലാം രമേശാണ്. രമേശ്, താങ്കൾ ഈ ജോസ് കെ മാണി പക്ഷത്തിലെ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെയും എല്ലാം പ്രതികരണം കണ്ടു കാണുമല്ലോ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പറയാനുള്ളത് അപ്പന്മാർ കാലഘട്ടത്തുള്ള നിലനിൽപ്പ് നിർത്തേണ്ടതായിരുന്നു. അത് ഇതിലേക്ക് ചാടി പോകരുതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇതിലേക്ക് വന്നതുകൊണ്ടല്ലേ അവർക്ക് ഇപ്പോൾ അധികാരം കിട്ടിയത്? അല്ല, നമ്മള് നിലനിൽപ്പ് നോക്കണമായിരുന്നു. ആദ്യം കാലം തൊട്ടുള്ള ഇത് നോക്കണ്ടായിരുന്നില്ല. സ്ഥാനമാനം കിട്ടുമെന്നവർക്ക് ചാടിപ്പോയതുകൊണ്ട് അത് ശരിയായില്ലായിരുന്നു. ശരി, സ്ഥാനമാനം കിട്ടിയെങ്കിലും മറ്റു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ചേർത്തലയിൽ നിന്നുള്ള രമേശ് പറഞ്ഞത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. താങ്കളിപ്പോൾ ബാബു ഈ വിഷയത്തിൽ ഇന്നുള്ള പ്രതികരണങ്ങൾ കണ്ടു കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? എനിക്ക് സാറേ, ഞാൻ ഇവരുടെ എല്ലാം പ്രതികരണം കേൾക്കുമായിരുന്നു. കാരണം ഈ KM മാണി ആനപ്പുറത്ത് കയറിയതിനെ ജോസ് കെ മാണിയുടെ കുണ്ടിക്ക് എന്തിനാ തപ്പി നോക്കുന്നത്? അങ്ങനെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് ജോസ് കെ മാണി. അവരുടെ ഗ്രൂപ്പും വേറെയാണ്. KM മാണി കള്ളനാന്ന് ആദ്യം പറഞ്ഞത് PM സുധീരനാണ്. PM സുധീരൻ പറഞ്ഞു മാറി നിൽക്കണമെന്ന് മന്ത്രിസഭയിൽ നിന്ന്. എന്നിട്ട് ഇപ്പൊ ഭയങ്കര വലിയ പൊണ്ണക്കാര്യം പറയുന്നു UDF. മനസ്സിലായല്ലോ. ഈ പിന്നത്തെ രണ്ടാമത്തെ കാര്യം, ജോസ് കെ മാണി LDF-ൽ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബിഷപ്പന്മാരാണ്. കാരണം മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യം കുറയ്ക്കാൻ വേണ്ടിയാണ് അവര് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ LDF-ൽ വന്നത്. മനസ്സിലായല്ലോ. നമ്മുടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നെ പാണക്കാട്ട് പോയി ഫോട്ടോ കഴുകി കൊടുക്കാൻ പോയി. കാരണം അവരുടെ കൂടെ നിന്നാലേ മുഖ്യമന്ത്രി ആകാൻ പറ്റത്തുള്ളൂ. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇയാള് പിന്നെ LDF-ലേക്ക് വന്നത്. അത് അത്യാവശ്യമായിരുന്നു. ശരി, കോട്ടയത്തു നിന്നുള്ള ബാബുവിൻ്റേതാണ് അഭിപ്രായം. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ബാബു രേഖപ്പെടുത്തിയത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പത്തനംതിട്ടയിൽ നിന്നുള്ള രവിയാണ്. രവിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയാം. ഇത് UDF-ന്റെ ഒരു കള്ളക്കളിയായത്. കാരണം ഒരു സമയത്ത് ഈ ജോസ് കെ മാണിയെ ഈ പന്ത് കോർട്ടിന്റെ വെളിയിലിട്ട് തട്ടുന്ന പോലെ തട്ടിയിട്ട് ഇപ്പൊ എടുക്കും, നാളെ എടുക്കും, മറ്റന്നാളിലെടുക്കും, ഇന്നെടുക്കും, അടുത്ത ആഴ്ച എടുക്കും, അടുത്ത മാസം എടുക്കും. ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ഇവരെ ഒരു പരുവത്തിന് ഇവരെ കൊണ്ടുപോയി കുറെ കണക്കൂടെ ഇവരെ നനഞ്ഞ് നാറി ആരും ഇവരെ എടുക്കാനില്ലായിരുന്നു. ലാസ്റ്റ് വന്നപ്പം LDF-ലേക്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും മുഖാന്തരം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിനു ശേഷം അവരെ നമ്മുടെ പാർട്ടിയിലെടുത്തു. അതിനെന്തോ തെറ്റ്? അവരിപ്പോ ഇങ്ങനൊരു കോടതിയിൽ ഇങ്ങനൊരു വിധി വന്നു പറഞ്ഞപ്പോ ആരെങ്കിലും അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ്? എന്തെല്ലാം കള്ളക്കളികൾ ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. കെ സുധാകരനോട് ഇതിന്റെ അഭിപ്രായം ചോദിക്കണം സാർ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മലപ്പുറത്ത് നിന്നുള്ള സിറാജാണ്. സിറാജ്, താങ്കൾ ഇന്നലത്തെ രാഷ്ട്രീയ വിഷയമൊക്കെ കണ്ടു കാണുമല്ലോ. അല്പസമയത്ത് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരമൊരു വിഷയമുണ്ടായാൽ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ KM മാണിയുടെ പേര് ഉപയോഗിച്ച് തന്നെയാണ്. അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് അവർ കൂടി അംഗമായ ഒരു മുന്നണിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറയുന്നു. ശരിക്കും ജോസ് കെ മാണി ഒരു പെട്ടുപോയ അവസ്ഥയിലാണോ? തീർച്ചയായിട്ടും. എന്റെ അഭിപ്രായത്തില് ജോസ് കെ മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അഭിമാനമുണ്ടെങ്കിൽ LDF-ൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന് സ്വതന്ത്രമായി നിൽക്കാൻ തയ്യാറാകണം. നമുക്കറിയാം UDF-ന്റെ ഭരണകാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി അധികാരവുമായി കൂടി ബന്ധപ്പെടുമ്പോൾ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്തരം പാർട്ടികൾക്ക് അത്തരം ഒരു നിലപാടൊക്കെ എടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ആർജവും അഭിമാനബോധവും അസ്തിത്വവും ഉണ്ടെങ്കിൽ തങ്ങളുടെ പിതാവ് ജോസ് കെ മാണിയുടെ പിതാവും പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അടിത്തറയിട്ട ഒരു നേതാവുമായ KM മാണിയെ കുറിച്ച്
ഇത്ര ലാഘവത്തോടു കൂടി മോശമാക്കി LDF തന്നെ തങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഭരണകക്ഷി തന്നെ പറയുമ്പോൾ അഭിമാന ബോധമുണ്ടെങ്കിൽ രാജിവെച്ച് വരികയാണ് LDF-ൽ നിന്ന് ചെയ്യേണ്ടത് കെ എം മാണിയുടെ പാർട്ടിയായ ജോസ് കെ മാണി ചെയ്യേണ്ടത്. മാത്രവുമല്ല, നമുക്കറിയാം UDF-ന്റെ ഭരണകാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കെ എം മാണിയെ കള്ളനെന്നും തമ്മാടിയുമെന്നും വിളിച്ച് കേരളത്തിലാകെ സമരം നടത്തിയ LDF, ആ LDF കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ജോസ് കെ മാണിയെ കൂട്ടുപിടിച്ചു. അധികാരം കിട്ടിയപ്പോ ഇപ്പോ കെ എം മാണിയെയും ജോസ് കെ മാണിയുടെ പാർട്ടിയും തള്ളിപ്പറയും നയമാണ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും കെ എം മാണിയുടെ ആ പാത പിന്തുടരുന്ന മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയും പാർട്ടിയും രാജിവെച്ച് പുറത്തു വരണമെന്നാണ് അഭിപ്രായം. സമാനമായ കെ എം മാണി കേരള കോൺഗ്രസ് നയിക്കുമ്പോഴും സമാനമായ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും UDF-ന്റെ ഭാഗമായി മടങ്ങി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും ആ പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽപ്പെട്ടതാണ്. പല കേരള കോൺഗ്രസുകളും ഇങ്ങനെ മുന്നണികൾ പലതവണ മാറുകയും ഇരു മുന്നണിയിലും എതിർത്ത മുന്നണിയിലൊക്കെ നിൽക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, എറണാകുളത്ത് നിന്നുള്ള ജോസഫാണ്. ജോസഫിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ ജോസഫ്, പറയൂ. ഇടതുവശത്ത് നിൽക്കുന്നത് അതൊരു മാന്യതയൊന്നുമില്ല. അല്പം കൂടി ഉറക്കം പറയുമോ ജോസഫ്? മരിച്ചുപോയ അച്ഛൻ കള്ളനാണെന്നും സുപ്രീം കോടതിയിൽ വികാസം പറഞ്ഞ ശരിക്ക് കെ എം മാണി ആ പാർട്ടി തുടരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ആലുവയിൽ നിന്നുള്ള ജിഷിൻ ജോർജ് ആണ്. ജിഷിൻ ജോർജിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? അല്ല, ഞാനിപ്പോ ഇവിടെ ഉള്ള എല്ലാ അഭിപ്രായങ്ങളും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിലപാടെടുക്കേണ്ട ആള് ജോസ് കെ മാണി മാത്രമാണ്. അത് ജോസ് കെ മാണി സ്വന്തമായിട്ട് എപ്പോഴും അയാൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ പറയേണ്ട കാര്യമാണ്. അല്ലാതെ UDF-കാർ മൊത്തം പുകഞ്ഞ കൊള്ളി പുറത്ത് നിന്ന് പുറത്താക്കിയ ആളെ കുറിച്ച് ഇത്രയ്ക്ക് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഭരണം നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ മൊത്തം മന്ത്രിമാരുടെ എണ്ണത്തിലും മറ്റു കാര്യങ്ങളിലുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നവർ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷനും കൊടുത്ത് ആ ആള് LDF-ലേക്ക് പോയാൽ ഞങ്ങൾക്കൊരു ചുക്കൂല്ല എന്ന് പറയുകയും ചെയ്ത് വീണ്ടും ഇവർ ജോസ് കെ മാണിയുടെ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ജോസ് കെ മാണി പെട്ട ഒരു ഡിലമയല്ലേ? ജോസ് കെ മാണിക്ക് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആ പാർട്ടി നിലനിൽക്കുന്ന ആ പാർട്ടിയുടെ അസ്തിത്വം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കെ എം മാണിക്കെതിരായി അവർ നിൽക്കുന്ന അതേ മുന്നണിയുടെ അഭിഭാഷകൻ തന്നെയാണ് സുപ്രീം കോടതിയിൽ പറയുന്നത് മാണി അഴിമതിക്കാരനാണെന്ന്. അതെ, അതിനുള്ള ആൻസർ പറയേണ്ടത് ജോസ് കെ മാണി മാത്രമാണ്. അതിന് ജോസ് കെ മാണി അതിന്റെ അഭിപ്രായം പറയുന്നത് ജോസ് കെ മാണിയുടെ സ്വാതന്ത്ര്യമാണ് പറയാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത്. അല്ലാതെ അതിന് മൊത്തം UDF-കാര് അത് ജോസ് കെ മാണിയോട് പറയൂ എന്ന് പറഞ്ഞ് വേദാതിപ്പെടുത്തേണ്ട കാര്യമില്ല അതില്. കാരണം അവർ പുകഞ്ഞ കൊള്ളി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളാണ് ജോസ് കെ മാണിയെയും ജോസ് കെ മാണിയുടെ പാർട്ടിനെയും. പിന്നെ അവർ ഇത്രയും ഇതിൽ വേവലാതിപ്പെടണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം കോൺഗ്രസ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേവലാതിക്ക് അർത്ഥമില്ല എന്നാണ് ആലുവയിൽ നിന്നുള്ള ജിഷിൻ ജോർജ് പറയുന്നത്. പൊതുവേദി ചർച്ച തുടരും. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള. ജോസ് കെ മാണിയും കൂട്ടരും ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം. കൃത്യമായി അവർക്ക് ആ പാർട്ടി ഇതുവരെ ശീലിച്ച രീതിയിൽ അഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ നിലനിൽക്കുന്ന കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അവർ കൂടി ഉൾപ്പെട്ട ഒരു മുന്നണിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറയേണ്ടി വരുന്നു. അങ്ങനെ പറയുമ്പോഴും സാധാരണ UDF-ലായിരുന്നെങ്കിൽ വലിയ പ്രതികരണങ്ങൾ നടത്തുമായിരുന്ന ജോസ് കെ മാണിക്കും കൂട്ടർക്കും അത്തരം ഒരു പ്രതികരണം പോലും നടത്താൻ കഴിയുന്നില്ല. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ചർച്ചയിൽ ഉമ്മറാണ് അടുത്തതായി പങ്കെടുക്കുന്നത്. ഉമ്മറിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ഹലോ ഉമ്മർ, പറയൂ. റോഷി അച്ഛനും കുറച്ചു മുമ്പ് സംസാരിക്കുന്നതായിട്ട് ഭയങ്കര തലക്കനം പിടിച്ച രീതിയിൽ. സാധാരണഗതിയിൽ റോഷി എപ്പോഴും മാധ്യമങ്ങളോട് വളരെ സൗഹാർദ്ദപൂർവ്വം ഇടപെടുന്ന ആളാണ്. ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ അതെ അതെ, എന്താണെന്ന് പറഞ്ഞാൽ ഒരു നാണം കെട്ട ഒരു പാർട്ടിക്കാരായി പോയി. പക്ഷെ അത്തരം ഒരു പ്രതികരണത്തിനൊന്നും കാര്യമായി ഇവരാരും തയ്യാറായിട്ടില്ല. ജോസ് കെ മാണി തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടും വളരെ ഞങ്ങൾ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് നിലപാട് എന്ന് പോലും പറയാൻ തയ്യാറായിട്ടില്ല. അവരുടെ പാർട്ടി അവംബോധനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഓച്ചിറയിൽ നിന്നുള്ള ഹാഷിഖാണ്. ഹാഷിഖ്, ഇന്നത്തെ വിഷയങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണി പെട്ടിരിക്കുന്നത് എവിടെയാണ്?
ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയം ചൂതാട്ട കളിക്കാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന് വേണ്ടി അപ്പോൾ നിലപാട് മാറ്റുന്ന ആ ചൂതാട്ടക്കാരന്റെ അതേ നിലപാടാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണിയും അങ്ങനെ തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മലക്കം മറിച്ചിലായിട്ടാണോ താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും. കാര്യം അതുവരെ സ്വന്തം അച്ഛനെ അഴിമതിക്കാരനാണെന്നും വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്നും അതിശക്തമായി ഇടതുപക്ഷം UDF-ന്റെ കാലത്ത് കെ എം മാണിയെക്കുറിച്ച് അപവാദ പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടും അതേ അച്ഛന്റെ മകൻ പെട്ടെന്ന് തന്നെ ആ അധികാരത്തിന്റെ അപ്പകഷണത്തിന് വേണ്ടി അധികാരം കിട്ടാൻ സാധ്യതയുള്ള പാർട്ടിയുമായി പെട്ടെന്ന് കൈകോർക്കുകയാണല്ലോ നമ്മൾ കണ്ടത്. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ അധികാരം കൂടി പ്രധാനപ്പെട്ട ഒരു വസ്തുവായി വരുന്നതല്ലേ? പ്രത്യേകിച്ച് ചെറിയ പാർട്ടികൾക്ക് അധികാരമില്ലാതെ ഏറെക്കാലം നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസവും കൂടിയാണ്. അതുകൊണ്ട് അവരുടെ ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു തന്ത്രപരമായ നിലപാട് കൂടിയായിരുന്നില്ലേ ആ കൃത്യസമയത്ത് തന്നെ അവർ UDF പരാജയം മുൻകൂട്ടി കാണുകയും അവിടെ നിന്ന് ഇടതുമുന്നണിക്ക് വരികയും ഒക്കെ ചെയ്തത്? അത് നമുക്ക് തന്ത്രപരമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ ഒരു തൈത്തെങ്ങ് പോലും കുഴിച്ചു വയ്ക്കാത്ത ആളാണ് ജോസ് കെ മാണി. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്ത് വരികയും, അതായത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, സൂത്രശാലികളായ സർപ്പങ്ങളെ പോലാണ് നേതാക്കന്മാര്. അതുപോലെ തന്നെ അടക്കം ചെന്ന മാടപ്രാവുകളെ പോലെയും സാധാരണ അധികാരത്തിനപ്പുറം മറ്റൊന്നും ഈ രാഷ്ട്രീയ നേതാക്കളൊന്നും നോക്കുന്നില്ല, അത് മാത്രമാണ് പരിഗണന എന്നാണ് ഓച്ചറയിൽ നിന്നുള്ള ആഷിഖിന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊല്ലത്തു നിന്നുള്ള രമേശാണ്. രമേശിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? രമേശ്, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് പറയുമോ? ഹലോ രമേശ് പറയൂ. ഹലോ പറഞ്ഞോ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ TV-യിൽ നോക്കി അഭിപ്രായം പറയരുത്. TV-യുടെ വോളിയം പരമാവധി കുറച്ച് വെച്ചതിന് ശേഷം ഫോണിൽ പറയുന്നത് കേട്ട് അഭിപ്രായം പറയുക. മറ്റൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നുള്ള രാജീവനാണ്. രാജീവൻ, ഇന്നത്തെ ഈ രാഷ്ട്രീയ വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ, ഇതിൽ എന്താണ് താങ്കളുടെ നിലപാട്? രാജീവന്റെ കോള് കട്ടായി എന്ന് തോന്നുന്നു. പോത്തൻകോട് നിന്നുള്ള ഷാജഹാൻ എന്നൊരു പ്രേക്ഷകനാണ് അടുത്തായി പ്രതികരിക്കുന്നത്. ഷാജഹാൻ, ഈ വിഷയങ്ങളെല്ലാം വിശദമായി തന്നെ താങ്കൾ കണ്ടു കാണുമല്ലോ. രണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും പ്രതികരണവും കണ്ടു കാണും. എന്തായാലും ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രതികരണം അല്പസമയത്തുള്ളിൽ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് അവസാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായി ജോസ് കെ മാണിയും പാർട്ടിയുടെ മന്ത്രി റോഷി അഗസ്റ്റിനുമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിജീഷ്, എറണാകുളത്ത് നിന്നുള്ള വിജീഷാണ്. വിജീഷ്, ഇവരുടെ എല്ലാം പ്രതികരണം വിജീഷ് കണ്ടു കാണുമല്ലോ. ശരിക്കും ഇവർ ഒരു പെട്ടുപോയ അവസ്ഥയിലാണോ, അതോ ഇതിൽ നിന്ന് അവർക്ക് എങ്ങനെ സമർത്ഥമായി മറികടക്കാൻ കഴിയും? ഇനി ഇവർക്ക് നിൽക്കാണെങ്കിൽ ഇവർക്ക് LDF തന്നെ നിൽക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് CPI തന്നെ ഇവിടെ നിൽക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഇവർക്ക് ഒരു ഇടം ഉണ്ടാവില്ല. ഹലോ, ഇപ്പോഴത്തെ ഈ ഇടതുമുന്നണിയിൽ തന്നെ തുടരുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? അത് തന്നെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയൊരു ഇവർക്കൊരു ഇവരെ ചവിട്ടി പുറത്താക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആരെങ്കിലും വിശ്വസിച്ചിട്ട് നീ ഇവിടെ കയറ്റുവോ? അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇവിടെ തന്നെ നിൽക്കണേ ഇവർക്ക് നല്ലത്. കാര്യം എന്തായാലും ഇവിടെ തന്നെ നിൽക്കുന്നതാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്നുള്ള അഭിപ്രായമാണ് എറണാകുളത്ത് നിന്നുള്ള വിജീഷിൻ്റേത്. മറ്റൊരു പ്രേക്ഷകൻ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള സജിയാണ്. സജി, എന്താണ് പറയാനുള്ളത്? അല്ല, പറയാനുള്ളത് ഇനി മാണി സാറ് നാട്ടിലെ മാർപ്പാപ്പയാക്കിയിട്ട് ചിത്രീകരിക്കോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു സംശയം. CPM ബഹുമാനപ്പെട്ട മാണി സാറെ നമ്മുടെ നാട്ടിലെ മാർപ്പാപ്പയാക്കി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. KM മാണിയെ കുറിച്ച് വളരെ വലിയ പ്രശംസാ വചനങ്ങളാണ് LDF നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ നമ്മുടെ സാധാരണ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് പല അഴിമതികളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. കോടതിയുടെ മുമ്പിലും അന്വേഷണ കമ്മീഷന്റെ മുമ്പിലൊന്നും വ്യക്തമായ തെളിവുകളൊന്നും വരില്ല. ഇതൊക്കെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നലെ വരെയും ഇതിനെതിരെ ശബ്ദിച്ചിരുന്ന CPM ഇന്നിപ്പോ നേരെ തിരിഞ്ഞ് സംസാരിക്കുന്നത് നാളെ ഇനിയിപ്പോ ഇത്
മാർപ്പാപ്പയാക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കായാലും ജോസ് കെ മാണിക്കായാലും ഇവരുടെ തമ്മിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനം ഗുണം ചെയ്യുകയല്ലേ ഉണ്ടായത്. അതിനാണല്ലോ ഒരു ജനകീയ അംഗീകാരം ലഭിച്ചത്. അതെ, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ ഈ മാണിസാറെ ഒക്കെ സ്നേഹിക്കുന്ന അണികളുണ്ടല്ലോ, ഇപ്പൊ നേതൃത്വത്തിന് കിട്ടുന്ന പ്രത്യേക താല്പര്യം മുൻനിർത്തിയിട്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അണികളില് ഇത് ഏത് രീതിയിലാണ് ചിന്തിപ്പിക്കാന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയൊരു വിഷമം തന്നെ ഉണ്ടാക്കുള്ളൂ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കോഴിക്കോട് നിന്നുള്ള രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ, ഈ വിഷയമെല്ലാം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ വിഷയത്തിൽ രാജേന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇപ്പം ജോസ് കെ മാണി ഇപ്പം ഒരു പുലിമടല എത്തിപ്പെട്ടിരിക്കുന്നത്. അത് ജോസ് കെ മാണി പാലയെ തോറ്റതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാലയിലെ ജനങ്ങൾക്ക് ജോസ് കെ മാണിയെ വേണ്ടാതായി. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് ജോസ് കെ മാണി അവിടെ നിന്നായിരുന്നു. പക്ഷേ ജോസ് കെ മാണി പാലയിൽ പരാജയപ്പെട്ടു, അതൊരു വസ്തുതയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായി എതിർചേരിയിൽ എത്തിയത് കൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളത്? പാർട്ടിക്ക് ഇപ്പൊ ഗുണമില്ല. പാർട്ടി ഇപ്പൊ ഒരു പുലിമടയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ നിന്ന് ഒന്ന് ഊരിയെടുക്കണമെങ്കിൽ ലേശം പണിയാണ്. ശരി, ജോസ് കെ മാണി ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു വളയത്തിൽ പെട്ടുപോയോ എന്നുള്ള വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തത്. വ്യത്യസ്തമായ അഭിപ്രായമാണ് പ്രേക്ഷകർ പറഞ്ഞത്. ജോസ് കെ മാണിയെ അനുകൂലിച്ചുകൊണ്ടും ഈ നിലപാട് തെറ്റാണെന്നും ഇത് രാഷ്ട്രീയമായ അധികാരത്തിന് വേണ്ടിയുള്ള നിലപാട് മാത്രമാണെന്നുമുള്ള അഭിപ്രായങ്ങളടക്കം വന്നു. നാളെ ഇതേ സമയം മറ്റൊരു വിഷയവുമായി പൊതുവേദി വീണ്ടും എത്തും.